പറ്റുവെച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് കളിച്ചിട്ട് കുറേ മാസങ്ങളാവായിരുന്നു. ഇന്ത്യൻ ബൈക്ക് നമ്മളിതിൽ കളിക്കാൻ പോകുന്ന പരിപാടി പറഞ്ഞാൽ നമ്മളെ ഈ സ്ഥലം എല്ലാം നല്ലപോലെ നോക്കാൻ പോകണം. എന്തൊക്കെ അപ്ഗ്രേഡ് വന്നിട്ടുണ്ടെന്ന് നോക്കാം, ഏതൊക്കെ സ്ഥലം നോക്കാം. ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ ഇട്ടേക്കാം. ഇതിൻ്റെ എന്തൊക്കെ എന്തൊക്കെ അപ്ഗ്രേഡ് വണ്ടിക്ക് ഇവിടുത്തെ പെട്രോൾ പമ്പൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വന്നിട്ട് കിടിലാക്കി അതെന്തൊക്കെയാണ് എന്തോരോ ഓപ്ഷൻ ഉണ്ട് ഫോണിനകത്ത്. അതെല്ലാം ആദ്യമേ തന്നെ നമ്മൾ വിറ്റു. ഡിഫറൻറ്റ് മതിയൊന്നുമല്ല, വിറ്റിട്ട് ഞാൻ വേറെ ഇവിടെ റോൾസ് റോയ്സ് ആണോ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഇല്ല, വേറെ സ്ഥലത്തോട്ട് വിട്ടേക്കാണ് റോൾസ് റോയ്സ്. റോൾസ് റോയ്സ് വേറൊരു സ്ഥലത്തോട്ട് വിട്ടേക്കാണ്. ആദ്യം തന്നെ ശബന് കാറ് അയാൾ വടിയായി. കാറ് നിന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു കാറ് വിളിച്ചിട്ട് പോവാം. കാറ് പോയി കിടക്കാം. കാറ് പോയി കിടക്കാൻ നമ്മൾ പോയിട്ട് വരാനൊക്കെ റെഡി ആയിക്കോളും. വലിയ വലുതായിട്ട് നമുക്ക് വരുത്താൻ പറ്റുന്നത് ഇവിടെ നിന്ന് തൊട്ടാണ് നമ്മൾ വലുതായി. ഈ സ്ഥലത്തു നിന്നാണ് നമ്മൾ ആദ്യം രണ്ടാമതായി മൂന്നാമതൊരു വീടായി. ഇവിടെ വന്നേക്കുന്ന ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട എന്തൊക്കെയൊരു മാള് വന്നേക്കുന്നുണ്ട്. ചെറിയൊരു മാള് വന്നേക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് മക്കളെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത പെട്രോൾ പമ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. പെട്രോൾ പമ്പ് അങ്ങനെയാണോ എനിക്കൊരു കിട്ടിയില്ല മക്കളെ, എനിക്കറിയില്ല. പെട്രോൾ പമ്പ് എന്തൊക്കെയോ യൂസിങ് കാണുന്നുണ്ട്. എനിക്കറിയാം പെട്രോൾ പമ്പ് എന്നിട്ട് പെയിന്റ് അല്ല പെട്രോൾ അടിക്കാൻ പോലെ ഇതില്ല. പിന്നീട് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ടൈഗർ എന്നല്ല, എന്താ ആ സാധനത്തിൻ്റെ ഈ കാടിനൊക്കെ ഇതിൻ്റെ പേരെന്താ അറിയാനായിരുന്നു കമന്റ് പേരെന്താ. അപ്പോൾ ഇതിനൊന്ന് കൊല്ലാം. കൊല്ലിട്ട് ആനയോ നോക്കി വന്ന് എന്ത് ആന നോക്കണേ. നേരത്തെ 7 GB ആയിരുന്നു നേരത്തെ. തീർക്കാം. നേരത്തെ ഇതല്ലായിരുന്നു, എന്തായിരുന്നു ഡ്രാഗനല്ല, എന്തോ ഒരു ജീവിയായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നു. ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ ആ ജീവിയുടെ പേര് ഞാൻ പറയാം. അതിൻ്റെ പേരെന്തുവായിരുന്നു? നേരത്തെ ഡ്രാഗനോ എനിക്കറിയത്തില്ല. നമുക്കെന്തെങ്കിലും കാര്യത്തില്ല.
ഇപ്പുറത്തെ ഹാടി അതെന്ത് കാണിച്ചേ കുഴപ്പമില്ല. എന്നാ നമുക്ക് ഇപ്പോ പിന്നെ നമ്മൾ ഇവിടെ എന്താണ് ഇവിടെ വേറെ ഫീച്ചറൊന്നും വന്നിട്ടില്ല. അതൊന്നും അവർക്ക് കാര്യം ഒരു ഫീച്ചർ വന്നില്ല. ഇവിടെ എന്തോ വന്നിട്ടുണ്ട്. ബിൽഡിംഗ് നേരത്തെ എവിടെ എന്താ പട്ടാളം ഇവിടെ ബിൽഡിംഗ് നേരത്തെ ഉണ്ട്. അത് ഞാൻ പിന്നാലെ കാണിച്ചതാണ്. അവിടെ എന്തോ നെറ്റൊക്കെ ഇരിച്ചു വെച്ചിട്ട് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. ഇതെന്താണ് ഇവിടെ എന്താ ഇവിടെ എന്താ സംഭവം? ഓ പട്ടാളക്കാരുടെ ഈ വണ്ടി കൊണ്ടങ്ങ് ഓടാം. ഇതുകൊണ്ടങ്ങ് ഓടാം നമുക്ക്. അല്ലെങ്കിൽ അമ്മമാര് നമ്മളെ കൊല്ലും. അവിടെ ഒരുത്തന്നെ ഓടി വരുന്നു. നമുക്ക് പോകാം. നമ്മുടെ വീട്ടിൽ കൊണ്ടിടാം. പട്ടാളക്കാരൊന്നും പിടിക്കത്തില്ല. അമ്മമാര് പൊട്ടന്മാരാണ്. ഓ കിടിലും മതി. പട്ടാളക്കാർ ഇതിനകത്തല്ലേ പോകണം. പട്ടാളക്കാരാ വളരെ മാറി. റോഡുകാരൊക്കെ ട്രെൻഡായി. ബൈക്ക് ഡിഫൻഡർ. പണ്ട് ഇവർക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. ഇവർക്ക് റിച്ച് കൂടി ഇവർക്ക് മാത്രമേ ബുഗാട്ടി. എനിക്ക് അന്ന് ബൈക്ക് മാത്രമല്ല. പിന്നെ എനിക്ക് കാറ് എന്ത് വേണമെങ്കിലും എനിക്ക് എടുക്കാം. നമ്മുടെ എയർപോർട്ടിൽ നമ്മുടെ ഡിഫൻഡർ നടക്കുന്നത്. എയർപോർട്ടിൽ പ്ലെയിൻ ഓടിക്കറിയോ? ഞാൻ ഡിഫൻഡറിൽ നിന്ന് ഓടിച്ചിട്ട് അത്ര ലോറി വിളിക്കേണ്ടി വരും. അടുത്ത വട്ടം ഞാൻ ഇത് വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുക്കാം. വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്തിട്ട് പെട്ടെന്ന് വരാം. കത്തിച്ചു വിടാം. വർക്ക്ഷോപ്പ് ഇവിടെ അടുത്താട്ടോ. ഹലോ മുതലാളി, ഞാൻ എൻ്റെ ഡിഫൻഡർ ഒന്ന് ശരിയാക്കാൻ കൊണ്ടുവന്നാണ്. കേടായി പോയായിരുന്നു. അത് ശരിയാക്കണമായിരുന്നു. ശരിയാക്കണേ. ഹലോ ഏട്ടാ, ഡിഫൻഡർ കൊണ്ടുവരുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയുള്ള. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.